ഹായ് ഹലോ, എൻ്റെ പേര് ആകാശ്. ഞാൻ CSIR NIST ഗവേഷണ വിദ്യാർത്ഥിയാണ്. നിറങ്ങളിൽ നിന്നും വൈദ്യുതി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നിറം നൽകുന്ന രാസവസ്തുവായ ഡൈയിൽ നിന്നും വൈദ്യുതി എന്നതാണ്. അതായത് ഈ ഡൈ തന്മാത്രകൾക്ക് പ്രകാശത്തിൽ നിന്നും വൈദ്യുതി നിർമ്മിക്കാൻ സാധിക്കും. അതായത് പ്രകാശോർജ്ജത്തെ വൈദ്യുതി ഊർജ്ജമാക്കി മാറ്റാൻ സാധിക്കും. അപ്പം നിങ്ങളെല്ലാം ചിന്തിക്കുന്നുണ്ടാവും, പ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന ടെക്നോളജി ഓൾറെഡി ഉണ്ടല്ലോ ഇല്ലേ? സോളാർ സെൽ അല്ലെങ്കിൽ സോളാർ പാനലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. എവിടെയാണ് നമ്മൾ ഈ സോളാർ പാനലൊക്കെ വെക്കുന്നത്? എവിടെ വെക്കുന്നത്? ഒന്നെങ്കിൽ നമ്മുടെ പെരയുടെ മുകളിൽ വെക്കും, അല്ലെങ്കിൽ തുറസായ ഏതെങ്കിലും സ്ഥലത്ത് വെക്കും അല്ലേ? എന്തിനാണ് അവിടെ വെക്കുന്നത്? ഇതിലെന്ത് വേണം? വെയിൽ വന്ന് വീഴണം. സൂര്യൻ്റെ വെയിൽ വീണാൽ മാത്രമേ എന്ത് വർക്ക് ചെയ്യുള്ളൂ? ഈ സോളാർ പാനൽ വർക്ക് ചെയ്യുള്ളൂ. ഇപ്പം നമ്മൾ കാണുന്ന ഈ സോളാർ പാനൽ നമ്മൾ സിലിക്കൺ സോളാർ പാനൽ എന്നാണ് വിളിക്കുന്നത് അല്ലേ? കാരണം ഇത് നിർമ്മിച്ചിരിക്കുന്നത് സിലിക്കൺ ഉപയോഗിച്ചാണ്. ഇതിൽ സൂര്യൻ്റെ വെയിൽ വന്ന് വീണാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇച്ചിരി കാർമേഘം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മങ്ങിയ വെളിച്ചമാണെങ്കിലോ പോലും ഇത് വർക്ക് ചെയ്യില്ല. എന്നാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു പുതിയ തരം സോളാർ സെല്ലാണ്. ഇതിൻ്റെ പേര് DSSC എന്നാണ്, അഥവാ ഡൈ സെൻസിറ്റീവ് സോളാർ സെൽ. ഡൈ സെല്ലുകളെന്ന് വിളിക്കാതിനെ നമുക്ക്. ഇത് മങ്ങിയ വെളിച്ചത്തിലും അതേപോലെ ഇൻഡോർ പ്രകാശം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ഓഫീസിലെയും വീട്ടിലെയൊക്കെ ഉള്ളിലുള്ള CFL LED ബൾബിൽ നിന്ന്, ഇതുപോലുള്ള ബൾബുകളിൽ നിന്ന് വരുന്ന പ്രകാശത്തിലും ഇത് വർക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ? നമ്മൾ ഒരിക്കൽ ഉപയോഗിച്ച ഊർജ്ജത്തെ വീണ്ടും ഉപയോഗിക്കുകയാണ്. അപ്പോൾ കൂടി വരുന്ന ഊർജ്ജ പ്രതിസന്ധിയെ തടയാനായി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ ഡൈ സെല്ലുകൾ ഉപയോഗിക്കാം. പിന്നെ ഇത് നിറങ്ങൾ നൽകുന്ന ഡൈകൾ കൊണ്ട് നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പല നിറത്തിലും ഇതുപോലുള്ള ഡൈ സെല്ലുകൾ നിർമ്മിക്കാനായി സാധിക്കും. അതേപോലെ നമുക്കിതിൽ ഡിസൈനുകൾ പ്രിൻറ്റ് ചെയ്യാനും സാധിക്കും ഇതുപോലെ. അപ്പോൾ ഇത് പല നിറത്തിലും ഡിസൈനിലൊക്കെ നിർമ്മിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്കിത് എവിടെ വെക്കാം? ഈ ജനാലകളിലൊക്കെ ചില്ലിന് പകരം ഇതുപോലെ ഡൈ സെല്ലുകൾ വെച്ച് കഴിഞ്ഞാൽ കാണാനും ഭംഗിയായിരിക്കും. ആ പ്രകാശത്തിൽ നിന്ന് നമുക്ക് വീണ്ടും വൈദ്യുതി നിർമ്മിക്കാനും സാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ പ്രകാശത്തിലും എന്തുണ്ട്? ഊർജ്ജമുണ്ട്. അതായത് ഒരു ഊർജ്ജത്തെ മറ്റൊരു ഊർജ്ജമാക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ സൂര്യപ്രകാശത്തിലെ ഊർജ്ജത്തെ വൈദ്യുതിയാക്കി മാറ്റാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഈ ഇൻഡോർ ലൈറ്റിലെ ഊർജ്ജത്തെ വൈദ്യുതിയാക്കി മാറ്റിക്കൂടാ? അങ്ങനെയാണ് ഡൈ സെല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ ഒരിക്കലും സിലിക്കൺ സോളാർ സെല്ലുകൾക്ക് ഇത് സാധിക്കുകയില്ല. മാത്രമല്ല സിലിക്കൺ സോളാർ സെല്ലിൻ്റെ നിർമ്മാണ രീതിയും വളരെ കഠിനകരവും നിർമ്മാണ ചെലവ് കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ വിലയും അധികമാണ്. എന്നാൽ ഈ ഡൈ സോളാർ സെല്ലിൻ്റെ നിർമ്മാണ രീതി എന്ന് പറയുന്നത് കുറച്ചുകൂടി സിമ്പിളാണ്. ഒന്ന് ശ്രമിച്ചാൽ ഏതൊരു സാധാരണക്കാരനും ഇതിൻ്റെ നിർമ്മാണ രീതി പഠിച്ചെടുക്കാൻ സാധിക്കും. മാത്രമല്ല ചിലവും താരതമ്യേന കുറവാണ്. ഡൈ സെല്ലിൻ്റെ ഉള്ളിലെ ശാസ്ത്രം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഞാൻ എൻ്റെ വിഷയത്തിൽ കൂട്ടിച്ചേർത്തൊരു വാക്യം കൂടെ ഉണ്ട്. എന്താ? പ്രകൃതിയെ അനുകരിക്കുന്ന ഡൈ സെല്ലുകൾ. എങ്ങനെയാണ് ഈ ഡൈ സെൽ പ്രകൃതിയെ അനുകരിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കറിയാം, പ്രകൃതിയിൽ സസ്യങ്ങളിൽ ആഹാരം പാചകം ചെയ്യുന്നത് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് വഴിയാണ്. എങ്ങനെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്? ഇലകളിൽ എന്തുണ്ട്? ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ഉണ്ട്, വർണ്ണകമുണ്ട് അല്ലേ? ഈ ക്ലോറോഫിൽ എന്താ ചെയ്യുന്നത്? സൂര്യപ്രകാശത്തിലുള്ള ഊർജ്ജത്തെ ഭക്ഷണത്തിലേക്ക്, അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ജലത്തിൻ്റെയും സഹായത്തോടെ ഭക്ഷണത്തിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിന് സമാനമായൊരു പ്രക്രിയയാണ് എന്തിൽ നടക്കുന്നത്? ഈ ഡൈ സെല്ലിൽ നടക്കുന്നത്. ഇതിൽ ഇലകളിൽ ക്ലോറോഫിൽ ഉള്ളതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? ഡൈകളുണ്ട്. ക്ലോറോഫിലിനെ പോലെ ഡൈ ഒരു പിഗ്മെൻ്റ് ആണ്, നിറം നൽകുന്ന വസ്തുവാണ്. അപ്പോൾ ക്ലോറോഫിൽ സൂര്യപ്രകാശത്തെ ഭക്ഷണത്തിലേക്ക് ഊർജ്ജത്തെ സ്റ്റോർ ചെയ്യുന്നത് പോലെ ഇത് പ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് ഇത് പ്രകാശ സംശ്ലേഷണത്തെ അനുകരിക്കുന്ന ഒന്നാണ് ഈ ഡൈ സെല്ലുകൾ. ഇതിൻ്റെ നിർമ്മാണ രീതി ഞാൻ നേരത്തെ പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് വെറും ഗ്ലാസ് ആണ്. ഒരു വെറും ഗ്ലാസ്സിൽ നിന്നാണ് നമ്മൾ ഇതുപോലുള്ള സോളാർ സെല്ലുകൾ നിർമ്മിക്കുന്നത്. പിന്നെ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ 2 ഗ്ലാസ്സുകളാണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു ബാറ്ററിക്ക് എന്തുണ്ട്? ഒരു നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് നമ്മൾ 2 ഗ്ലാസ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊരു ഗ്ലാസ് നെഗറ്റീവായിട്ടും മറ്റൊരു ഗ്ലാസ്സിനെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഇതിലെ ഡൈ തന്മാത്രകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. പ്രകാശം വന്ന് വീഴുമ്പോൾ ഈ ഡൈ തന്മാത്രയിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് വരുന്നു. ഇലക്ട്രോണുകളുടെ ചാർജ് അറിയാലോ, നെഗറ്റീവാണ്. ഈ വന്ന് പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണുകളെല്ലാം നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് ശേഖരിക്കുകയും മറ്റേ ഗ്ലാസ്സിൽ ഇലക്ട്രോണിൻ്റെ അഭാവം മൂലം ഒരു പോസിറ്റീവ് ചാർജ് വരികയും ചെയ്യുന്നു. അങ്ങനെ ഒരു ബാറ്ററിയെ പോലെ ഇതിലൊരു നെഗറ്റീവും കിട്ടും, പോസിറ്റീവും കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് പവർ കൊടുക്കാനായി സാധിക്കും. 10 വർഷത്തോളമായി CSIR NIST ഇതുപോലുള്ള ഡൈ സെല്ലുകളുടെ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡൈ സെല്ലിൻ്റെ ശാസ്ത്രമേഖല എന്ന് പറയുന്നത് കേവലം ഒരു മേഖലയിൽ ഒതുങ്ങിക്കൂടുന്നതല്ല. ഇതിൽ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, നാനോ സയൻസ് ഉണ്ട്. അങ്ങനെ പല മേഖലകളുടെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ഡൈ സെൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പല മേഖലയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ ഒരുമിച്ചിരുന്നാണ് ഇതിൻ്റെ ഗവേഷണം നടത്തുന്നത്. ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ 10 വർഷത്തോളമായിട്ടുള്ള ഗവേഷണത്തിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള ഇൻഡോർ സോളാർ സെൽ, ഇത് ഉള്ളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിന് ഇൻഡോർ സോളാർ സെൽ എന്നാണ് വിളിക്കുന്നത്, ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള ഇൻഡോർ സോളാർ സെല്ലുകൾ നിർമ്മിച്ചെടുക്കാനായി CSIR NIST സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഞങ്ങളുടെ മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ മാസം തിരുവനന്തപുരം എയർപോർട്ടിൽ പവനചിത്ര എന്ന പേര് ഒരു ഇൻസ്റ്റലേഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
ഇത് എയർപോർട്ടിൻ്റെ ഉള്ളിലെ വായുവിൻ്റെ ഗുണനിലവാരത്തെ അളക്കുന്നു. ഇത് വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ 18ഓളം ഇൻഡോർ സോളാർ സെല്ലുകൾ, ഇതുപോലുള്ള ഡൈ സെല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ വേറെ ബാറ്ററിയോ റീപ്ലേസബിൾ ബാറ്ററിയോ ഒന്നും വെച്ചിട്ടല്ല ഇത് വർക്ക് ചെയ്യുന്നത്. 18ഓളം. എയർപോർട്ടിലാകുമ്പോൾ എപ്പോഴും എന്തുണ്ട്? ലൈറ്റ് ഉണ്ട്. ഈ ഉള്ളിലുള്ള ഈ ലൈറ്റ് മതി ഇതിന് വർക്ക് ചെയ്യാനായിട്ട്. അതിലെ ഊർജ്ജം എടുത്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി ഈ ഡൈ സെല്ലുകളുടെ ഈ ഒരു ഗവേഷണം എങ്ങനെ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ ഈ ചെറിയ ഇലക്ട്രോണിക് സാധനങ്ങൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? നമ്മൾ ഇതുപോലുള്ള എന്ത് യൂസ് ചെയ്യും? ബാറ്ററികൾ യൂസ് ചെയ്യും, അല്ലേ? ഈ ബാറ്ററി ഉപയോഗത്തിന് ശേഷം എന്താണ്? വെറും വേസ്റ്റാണ്. കണക്ക് പ്രകാരം ഒരു വർഷം ഒരു വീട്ടിൽ നിന്ന് 4ഓളം ഇതുപോലുള്ള ബാറ്ററികൾ വേസ്റ്റായി പുറത്തേക്ക് വരുന്നുണ്ട്. അതൊരു കാർബൺ വേസ്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും ഇതുപോലുള്ള ഒരുപാട് ബാറ്ററികൾ, ഇല്ലേ? തപ്പിക്കഴിഞ്ഞ് ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ ഇത് ഈ ബാറ്ററിക്ക് പകരം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇതുപോലെ ഡൈസെല്ലുകളാണ് വെക്കുന്നതെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ബാറ്ററി വേസ്റ്റിനെ തടയാനേ സാധിക്കും. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും, ഈ ബാറ്ററി മാറ്റി വെക്കണ്ടായിരുന്നുവെങ്കിൽ. അതായത് രാവിലെ എണീറ്റ് ഓഫീസിലും സ്കൂളിലൊക്കെ പോകാൻ വേണ്ടി ക്ലോക്കിൽ നോക്കുമ്പോഴായിരിക്കും കാണുന്ന ക്ലോക്കിൽ മണി 12. എന്താ സംഭവം? 12 മണിയായപ്പോൾ ബാറ്ററി തീർന്ന്, ക്ലോക്ക് ചത്ത്. അപ്പോൾ ബാറ്ററി തീർന്നില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ലല്ലോ. അങ്ങനെ. അപ്പോൾ നിങ്ങൾ ഓർക്കും, രാത്രിയാകുമ്പോൾ ലൈറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചാർജിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു സോഴ്സ് അതിൻ്റെ കൂടെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെയാണ് സമൂഹത്തിന് ഇതൊരു ഉപകാരമായി മാറുന്നത്. അങ്ങനെ ഒരേ സമയം ഇതുപോലുള്ള കാർബൺ വേസ്റ്റുകളെ തടയുകയും കൂടി വരുന്ന ഊർജ്ജ പ്രതിസന്ധിയെ ഇത് മറികടക്കാനും നമ്മളുടെ ഈ ഡൈസെൽ പോലുള്ള ടെക്നോളജി സഹായിക്കുന്നുണ്ട്. ഒന്ന് ഓർത്ത് നോക്കുക, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഈ ഡൈസെൽ എന്ന് പറയുന്നത്. ഞങ്ങളവിടെ CSIR NIST എങ്ങനെ കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള ഡൈസെല്ലുകൾ നിർമ്മിക്കാമെന്നതാണ് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടുള്ള ഇതിൻ്റെ ഗവേഷണം. എന്നാൽ ഭാവിയിൽ എപ്പോഴെങ്കിലും ഇത് പൂർണ്ണമാവുകയാണെങ്കിൽ ഒന്നോർത്ത് നോക്കുക, നമ്മളുടെ മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലുമൊക്കെ ഇതുപോലുള്ള ഡൈസെല്ലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരിക്കലും ചാർജ് ചെയ്യാതെ എത്ര നേരം വേണമെങ്കിലും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ലൈറ്റ് ഇട്ടിട്ട് വേണം ഫോൺ കളിക്കാൻ. ലൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ള ഫോണിൽ കളിയൊന്നും പാടില്ല. കാരണം ലൈറ്റ് ഇട്ടാൽ മാത്രമേ നമ്മുടെ ഈ സെല്ല് ചാർജ് ആവുകയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു.